ഏട്ടത്തിയോ? വേഗം എടുക്കേട്ട. അമ്മയുടെ വിവരം അറിഞ്ഞു വിളിച്ചതായിരിക്കും. അതിനും അനു പഞ്ചരത്നത്തിലല്ലേ? അമ്മയുടെ കാര്യം വിളിച്ച അവിടെ ആരെ അറിയിക്കാനാ? എന്തായാലും ഏട്ടൻ കോൾ എടുക്ക. ഹലോ അനു, എന്താ ഈ സമയത്ത്? ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു. ബുദ്ധിമുട്ടായോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? അനു പറഞ്ഞോളൂ. അച്ഛൻ മഞ്ചാടിയെ കുറിച്ച് എന്തോ സ്വപ്നം കണ്ടു. അതിനുശേഷം അച്ഛൻ മഞ്ചാടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുവാ. അല്ല, ഈ നടത്തി കൊടുക്കാന്ന് പറഞ്ഞ? ഇന്ദ്രേട്ടന്റെ അമ്മ നടത്തി കൊടുക്കുന്ന കല്യാണത്തിൽ അച്ഛനും ഞങ്ങളൊക്കെ പങ്കെടുക്കാൻ തയ്യാറാണെന്നർത്ഥം. അതെന്തായാലും നന്നായി. പക്ഷേ അമ്മ അത് അനുവദിച്ചു തരില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ദ്രേട്ടനെ വിളിച്ചത്. എങ്ങനെയെങ്കിലും അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എങ്കിലേ മഞ്ചാടി ഞങ്ങളെ സഹകരിപ്പിക്കാൻ തയ്യാറാവൂ. അച്ഛനെ നിരാശപ്പെടുത്തരുത് പ്ലീസ്. ഇല്ല അനു, അച്ഛനെ നിരാശപ്പെടേണ്ടി വരില്ല. എന്തായാലും അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത് നന്നായി. അല്ലെങ്കിൽ മഞ്ചാടിയുടെ കല്യാണം തന്നെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരുമായിരുന്നു. അതെന്താ ഇന്ദ്രേട്ടനെന്താ അങ്ങനെ പറഞ്ഞത്? അച്ഛനെ കളിയാക്കിയതാണോ? ഏയ്, അമ്മയ്ക്ക് എന്തായാലും നാളെ മഞ്ചാടിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മയ്ക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വന്നു. അമ്മ ഹോസ്പിറ്റലിൽ ഐസിയുല. ഇന്ദ്രേട്ടനിപ്പം ഹോസ്പിറ്റലിലാണോ? അതെ, ഞാനും സോനി ഇവിടെ ഉണ്ട്. രവിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. അവനും ഹർഷയും കൂടിയാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഞങ്ങൾ വന്ന ശേഷം അവർ വീട്ടിലേക്ക് പോയി. മഞ്ചാടിയുടെ കല്യാണക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഇല്ല, രാവിലെ ജീവൻ രാജിനെ കൂടി വിളിച്ച് ഒരു തീരുമാനത്തിലെത്താമെന്ന് വിചാരിക്കുക. അമ്മയ്ക്ക് വേറൊരു അപകടം സംഭവിച്ചില്ലെങ്കിൽ കല്യാണം നടക്കും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇന്ദ്രേട്ടനൊന്ന് ആലോചിച്ച ശേഷം വിളിച്ചാൽ മതി. ആലോചിക്കാനൊന്നുമില്ലാനു. നമ്മളെല്ലാവരും കൂടി മഞ്ചാടിയുടെ കല്യാണം നാളെ നടത്തുന്നു. ഞാനിപ്പോൾ തന്നെ രവിയെ വിളിച്ച കാര്യം പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളൂ. എങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞോട്ടെ. പിന്നീട് തീരുമാനം മാറില്ലല്ലോ. ഇല്ലനു, ഒരു മാറ്റം ഉണ്ടാവില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ധൈര്യമായിട്ട് അച്ഛനോട് പറഞ്ഞോളൂ. ശരി, താങ്ക് യു.